റം, വിസ്കി, എല്ലാം ബിയർ എല്ലാം ഉണ്ട്. എല്ലാ കുപ്പിയും വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഗൈസ് നമുക്ക് ഇന്നത്തെ വിഷു വിശേഷങ്ങളെ പറ്റി സന്ധ്യവട്ടനെ ചോദിക്കാം. എന്താ പറയും? പഴയ പണിയൊന്നും വീണ്ടും തുടങ്ങിയിട്ടില്ലല്ലോ? ഇല്ല സർ, ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാണ്. 100% സൽസ്വഭാവി. അപ്പൊ ഇന്നത്തെ വിഷു വിശേഷങ്ങളെ പറ്റി പറയൂ. ഇന്ന് വിഷു തകർക്കും നമ്മള് NNK പരിപാടിയാണ്, അടിപൊളിയാക്കും. ഇന്നലെ നൈറ്റ് ഫുള്ളായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. തിരിച്ചു കാണിച്ചു കൊടുക്കുന്നത് വൈകിട്ട് നമുക്ക് കാര്യമായിട്ടൊന്നും ആഘോഷിക്കണോ? അയ്യോ ഇത്. അപ്പോ ഇന്ന് വിഷു ആയിട്ട് നിങ്ങളുടെ പ്ലാൻ എന്തൊക്കെയാണ്? ഇന്ന് വിഷു ആയിട്ട് ഞങ്ങളുടെ പ്ലാൻ കുപ്പി വാങ്ങിച്ചിട്ടുണ്ടോ? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. കുപ്പി വാങ്ങിച്ചു. ഏതൊക്കെ വാങ്ങിച്ചു? അല്ല ഏതൊക്കെ വാങ്ങിയത്? ജസ്റ്റ് ചുമ്മാ ബ്രാൻഡ് പറഞ്ഞാൽ മതി. ബ്രാൻഡി, റം, വിസ്കി എല്ലാം വാങ്ങിച്ചു. എല്ലാം വാങ്ങിച്ചു. ബിയർ എല്ലാം ഉണ്ട്. എല്ലാ കുപ്പിയും വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അത് വേറെ ആരാ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ആരാണെന്നറിയില്ല. ചങ്ങളിക്കിട്ടിരിക്കുക ഭ്രാന്താണെന്നാ തോന്നുന്നു. അവിടെ ശരവണ്ണുണ്ട്, പിന്നെ കുറച്ച് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ വരുമ്പോഴൊക്കെ എല്ലാരും പേടിച്ചോണ്ടിരിക്കണം. രഞ്ജിത്തെ തല പൊക്കണം. പറ, ഒറ്റ ചോദ്യം ചോദിക്കുള്ളൂ, ആ ഇതിന് ഉത്തരം പറ. ഇന്നത്തെ വിഷുവിനെ പറ്റിയുള്ള നിന്റെ അഭിപ്രായം പറ. പറയ്. വിഷുവിനൊക്കെ ഞാൻ സെപ്പറേറ്റ് പിടിക്കുന്നു. എടാ നീ ചുമ്മാ ആൻസർ പറയണം. 2025 3 ചെയ്താണ്. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. വിഷുവിന്റെ കാര്യം ചോദിച്ചാൽ 2025 ഇന്നത്തെ വിഷുവിന്റെ അഭിപ്രായം പറ. നിന്റെ കാര്യം മാത്രം, മൊത്തം ചുറ്റുപാടിന് വിഷുവിന്റെ കൈ നീട്ടോ? കിട്ടില്ല, ഇതുവരെ കിട്ടിയില്ല, റുപ്പി കിട്ടിയില്ല. ശരി പറ, ഇന്നത്തെ വിഷുവിന്റെ വേറെ അഭിപ്രായം. വിഷുവേല എങ്ങനെയാണ് ഉണ്ടാവുക? വിഷുവേല എങ്ങനെ ഉണ്ടാവും? വളരെ ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ? അത് പൊട്ടുണ്ടാവും, ആൾക്കാരുണ്ടാവും. ഒരു അടി എന്നാലും പ്രതീക്ഷിക്കുക. ഒരു അടി എന്നാലും പ്രതീക്ഷിക്കുക. അത് ആദ്യത്തെ അടി ഞാൻ അടിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി കൂടുതൽ വിശേഷങ്ങളായി നമ്മൾ പിന്നെയും വരുന്നതാണ്. അപ്പോ വിഷുവിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്ന് നമ്മള് അടിച്ചിട്ട് എന്തടിക്കുന്നു? സാധനം അടിക്കുന്നതല്ല, വിഷുവിന്റെ മൊത്തം ആഘോഷങ്ങളെ പറ്റി പറയൂ. ആഘോഷങ്ങൾ കുളിക്കുന്നു, അമ്പലത്തിൽ പോകുന്നു. ശകലകലാവല്ലഭൻ. നിങ്ങൾ ഇപ്പൊ കുളിച്ചില്ല? അപ്പൊ മദ്യത്തിനെ പറ്റി പറയും. എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്? അത് നമ്മള് വക്കാടി തൊട്ട് വീട് തൊട്ട് പട്ടച്ചാരം വരെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ പട്ടച്ചാര കഴിച്ച് ബാക്കിയെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി വേറെ എന്തൊക്കെയാ പറയാനുള്ളത് വിഷുവിനെ പറ്റിട്ട്, നമ്മുടെ ഈ വേലിനെ പറ്റിട്ട്? But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? But അതൊക്കെ ഓഫ് ചെയ്യുന്നില്ല, പറഞ്ഞോളൂ. ഇതൊക്കെ ആവശ്യമുള്ള ക്ലിപ്പാണ്, ഇടയ്ക്ക് ട്രോളാൻ വേണ്ടിയിട്ടാണ്.